നമുക്ക് ഓപ്ഷൻ എല്ലാം ജയിക്കണോ? ജയിക്കണം. വാ കിഡ്നി എടുക്കാം, വാ കിഡ്നി എടുക്കാം. കിഡ്നിയാ പുഴുത്ത് പഞ്ഞി മാത്രമേ അകത്ത് 5-6 കമ്പും. എടാ കണ്ണാപ്പി ഞാൻ കാര്യം പറയട്ടെ, നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്തോ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഓക്കെ, നിന്റെ മനസ്സിൽ നീ മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ മറ്റേ കല്യാണമൊക്കെ കണ്ട് പേരക്കുട്ടികളെയൊക്കെ കണ്ട് കുറച്ച് വയസ്സായി മരിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നീ അധിക നാള് പോലും പോവില്ല, നിന്നെ ആരെല്ലാം തല്ലിക്കൊല്ല് കുഴിച്ചു മുടത്തേ ഉള്ളൂ. പുള്ളിയുടെ ഒക്കെ ബോഡി എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടി, നിന്റെ ഒന്നും ബോഡി പോലും കിട്ടൂല. മനസ്സിലായ? അവന്റെ ഒക്കെ പിന്നെ കിട്ടൂടാ, ഇതൊക്കെ ഇവന്റെ ബോഡി കിട്ടും അറ്റ്ലീസ്റ്റ്, പക്ഷെ അധിക നാള് പോവില്ല. ബോഡി എടുത്തോണ്ട് ചലിച്ചു നോക്കി അന്ന് ശവത്തി കൈ വെച്ചതാ. യോഗിക്ക് പണ്ടേ ഒരു വൈരാഗ്യം ഉണ്ട് പുള്ളിയോട്. അറിയാതെ കീബോർഡ് കണ്ടാലേ കൈയൊക്കെ ശവത്തി കുത്തിയതാ. ഇപ്പൊ അതിന്റെ ബാക്കി നമുക്ക് സെറ്റ് ആക്കാം. വരട്ടെ. മൂക്കി പഞ്ഞിയുടെ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. ചാറ്റിലെ മാസ്ക് കാണിക്കാൻ വരുന്ന കൊച്ചുപുണ്ടകളൊക്കെ മാസ്ക് കാണിച്ചിട്ടങ്ങ് തിരിച്ചു പോണേ. ഇവിടെ ഒരു പട്ടിയില്ല നിന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ, അതുകൊണ്ട് ദയവ് ചെയ്ത് മാസ്ക് കാണിച്ചിട്ടങ്ങ് തിരിച്ചു പൊക്കോണേ. 10 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും, അങ്ങനെ ഒരു സമാധാനോടെ എനിക്കുണ്ട്. ഈ ഒരു മാസം വരായിരുന്നത് നന്നായി എന്നുള്ള ഏറ്റവും വലിയ ഡിസിഷൻ ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ല ഡിസിഷൻ എനിക്ക് അതായിരുന്നു. ഈ മാസം കുറച്ച് ഇനാക്റ്റീവ് ആയത്. ചുണ്ടിലോട്ടുണ്ടോ നോക്കി, ഓമനത്തുള്ള ചുണ്ടിലോട്ട്. ഞാൻ ഒന്നും പേടിച്ചു കേട്ടോ. എടാ നമുക്കിത് എങ്ങനെയാലും ആംബുലൻസ് വിളിച്ചാ ജീവിച്ചിരുന്നപ്പോ പിന്നെ അങ്ങനെ ഇതൊക്കെ നീ ചെയ്തു കൊടുക്കാൻ മുണ്ട് പൊക്കിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കിഡ്നി ഉണ്ടോ നോക്കിയതാ, കിഡ്നി ഉണ്ടോ നോക്കിയതാ. ഡിപ്പാർട്ട്മെന്റിലെ അഭാവശ്യം സംസാരിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഹലോ പറഞ്ഞോളൂ. സാർ, ഞങ്ങളിവിടെ TV ഫാമിലി എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോ. നമ്മുടെ കൂട്ടത്തില് ഒരാള് മരിച്ചു പോയായിരുന്നു. അപ്പൊ പുള്ളിയുടെ ബോഡി ഒന്ന് നമുക്ക് വീട് വരെ എത്തിക്കണം. എസ് പമ്പിലാണ് ഇപ്പൊ കറന്റ് ബോഡി ഉള്ളത്. അപ്പൊ ഒരു ആംബുലൻസ് ഒന്ന് വിട്ടു തരുമോ? എവിടെയാ? എസ് പമ്പ്. ഹലോ, റേഡിയോ കേക്കാവോ? കേക്കാം. റേഡിയോ ഒരു 1041 പോണേ എസ് പമ്പില്. 1041. അത്ര പേര് വേണ്ട, ഒരാള് മതി. പിടിച്ചു കയറ്റാനും എസ് പമ്പിലോട്ട് 1041. ഹലോ, ആംബുലൻസ് ആണ്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കേട്ടോ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കേസ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. 1041 പോണേ. നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആളല്ലേ അണ്ണാ, നമുക്ക് ചുമ്മാ അങ്ങ് യാത്ര അയച്ചാൽ മതി അണ്ണാ. അതാ ഞാൻ പറഞ്ഞേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടി മരിക്കണ്ട. അല്ല, ഗ്യാങ് ഹൗസിൽ പൊതുദർശനത്തിന് വെക്കണം. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മറ്റേ ഡപ്പാങ്കൂട്ടും ഡാൻസും എല്ലാം വെച്ച് മറ്റേ തമിഴ്നാട്ടിലെ ശവം അടക്കണത് പോലെ അടക്കിയാണ്. ആഗ്രഹവും അത് തന്നെ മുള്ളി. സത്യം ചോദിച്ചോ, അണ്ണു മരിക്കുമ്പോ അണ്ണന്റെ ആഗ്രഹം എന്താണ്? എനിക്കിങ്ങനെ നാട്ടുകാർ മൊത്തം അറിഞ്ഞ് അതാണ് ആഘോഷിച്ചു കൊണ്ടുപോകണം. പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഘോഷിച്ചു കൊണ്ടുപോകണം. അപ്പൊ അതുപോലെ കണ്ടോ, കിളവന്മാർ എല്ലാരും ആഗ്രഹം ഇത് തന്നെ മുള്ളി. എനിക്കങ്ങനെ ഞാൻ മരിച്ചാലല്ല എനിക്ക് ആഗ്രഹമുള്ള, ഞാൻ ഇമ്മോർട്ടൽ അല്ലടാ. ഇമ്മോർട്ടലാണ്. എടാ എന്തെങ്കിലും പ്ലാൻ പറ, പെട്ടെന്ന് പറ, എന്താ ചെയ്യേണ്ടത് പറ. നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ട് വെക്കാം. KVയിലെ ആൾക്കാരൊക്കെ വിളിക്കണ്ടേ, കുറച്ചുപേരൊക്കെ വിളിക്കണ്ടേ, പൊതുദർശനത്തിന് വെക്കണം. സാധാരണ നിന്റെ നാട്ടിലൊക്കെ ആൾക്കാർ മരിക്കുമ്പോ ബോട്ട് കെട്ടി ഒഴുക്കി വിടുവോ? ഭയങ്കര കിടിലം ഐഡിയ ആയിട്ട് വന്നേക്കണം. വെറൈറ്റി ഐഡിയ ഉണ്ട് മള്ളി. വല്ല പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുടിച്ചിട്ടല്ലോ, ദൃശ്യം 4 ഉപകാരപ്പെട്ടല്ലോ. നല്ല അസൽ ചീപ്പായിരുന്നു, ചീപ്പ് കോമഡി ആയിരുന്നു. അപ്പൊ എല്ലാരും മാച്ച് ആയി തമാശ. 2 ദിവസം പുള്ളി അച്ഛനെ കൊണ്ടൊരു പുഴ പോയായിരുന്നു, എന്തിനാന്ന് അറിയത്തില്ല. നിന്റെ അച്ഛനെ കൊണ്ട് പുള്ളി എന്തിനാ പോയേ?
വെളിയിലത്തെ കാര്യം പറഞ്ഞാളാ. പോയി അവിടെ പോയി വണ്ടിയുടെ അടിയിൽ ഇരുന്ന് കേട്ടോ ഓൾറെഡി. ശവത്തിനെ ഇങ്ങനെ തറയിടതേ. അല്ലേ സംസാരിക്കും ഗോകു. അച്ഛനോട് പോയെന്തിനാ? അച്ഛൻ എന്തിനാ? ഇല്ല അവിടെ പോയി സംസാരിക്കില്ല. വേണ്ട ബാക്കി പറയാൻ വന്നത് പറ. വീട്ടിലൊരു മരണം നടന്ന കരയാണ്. എടാ ഞാൻ കാര്യം പറയാം. ബാബു ഒന്ന് വന്നേ. എടേ എന്റെ അത്ര മനക്കെട്ടി ഇല്ലാത്തവരാണ് ഇവരൊക്കെ. നീ അവരൊക്കെ ഒരു മയത്തിലടാ. ഞാൻ നേരത്തെ ഞാൻ ആരും ഇല്ല, ഇനി ആരെ ഉപദ്രവിച്ചിട്ടുള്ള സന്തോഷവും ഒരു ജീവിതവും എനിക്ക് വേണ്ട മുള്ളി. എനിക്ക് എന്റെ മുള്ളി മാത്രം മതി. ആരും ഞാനൊന്നും അവരെ ഉദ്ദേശിച്ചു ഏത് ഇന്റൻസിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. എടാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ച് ബോഡി ആയിട്ട് കിടക്കുമ്പോ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു കളിച്ചിരുന്ന നാട്ടുകാരെന്ത് പറയും? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എങ്ങനെ കൊണ്ടുപോകും? അല്ലല്ല വേറെ വണ്ടി വരുന്നു തോന്നുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊരു കാര്യം ഊരിപ്പോയത്, ഞാൻ വെച്ചോണ്ട് വന്നതാ. അതെടുത്ത് വെച്ചാൽ മതി, അകത്ത് മടക്കി ഇരിക്കാൻ പറ്റും. പാവം കിട്ടണം, പാവം. മുള്ളി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മുള്ളി, ഇതേ ഫ്ലൈറ്റ് കയറ്റി എങ്ങനെയാ കൊണ്ടുവന്നേ? എങ്ങനെ കൊണ്ടുവന്നേ? ഒരു ബിഗ് ഷോപ്പിനകത്ത് പോലെ ഇടാം വാരി. ഇനി അത് നടക്കുള്ളൂ. മുള്ളി സുഖമായിട്ട് കയറി വണ്ടിക്കീര്. ആംബുലൻസ് വരുവാടാ. എടുത്ത് കേറ്റുവാ. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. സാർ ഇത് ഡെത്ത് കൺഫേം ചെയ്യാനൊന്നും ഇല്ല സാർ. ഓൾറെഡി ഡെത്ത് കൺഫേംഡ് ആണ്. 3 വർഷം മുമ്പ് മരിച്ച ആളാണ്. നമ്മൾ ഇത്രയും നാള് ഇത് സ്പിരിറ്റിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അല്ല അത് സംഭവം ആളെ ജീവിച്ചിരുന്നാലേ ഒരു എന്ത് പറയാനും പുഴുക്കാത്തൊരു ശരീരമായിരുന്നു. ഇതുപോലെ ആയിരിക്കും ഗോകു മരിക്കുമ്പോഴും. പാറ്റു നോക്ക്. എത്തിയായിരുന്നോ? ഞാൻ 10 വർഷം ഇനിയുണ്ട്. എന്ത് പറഞ്ഞാലും മുഴുക്കാത്ത നിന്റെ മരണം എങ്ങനെ ആയിരിക്കും അറിയാം. നീ എന്നെ ഒന്ന് മാറണേ. എങ്ങനെ കൊണ്ടുപോകുന്നു സാറേ? ഞാൻ നിന്നെ ഒന്നും പറയില്ല. അയ്യോ കൊണ്ടുപോലെ പിടിച്ചേ കൊണ്ടുപോലെ. അയ്യോ കൊണ്ടുപോലെ. ടിവിയുടെ മുഴുവൻ പ്രദേശങ്ങളും തമിഴ്നാട് സൈഡ് തെറ്റിയാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യണ്ട, ചുമ്മാ വന്നതാ. മനസ്സിലായോ? നമ്മ അതിനൊന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വരുന്ന പോലെ വരട്ടെ. ഈ ആംബുലൻസിൽ തമിഴ് സ്റ്റേറ്റിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്നാ. അങ്ങനെയായിരുന്നു അബദ്ധയുടെ ആഗ്രഹം. എടാ അല്ല കോച്ച് എന്തേ? കോച്ച് കർമ്മം ചെയ്യാൻ വന്ന ഇതെന്ത്? എന്നത് കോച്ച് പുള്ളി ശവം കൊണ്ടുപോയി. ഹലോ മറിച്ചെന്തോ വിറ്റങ്ങേര് കൊണ്ടുപോയി. സാറേ ഇത് 3 വർഷമായി കാണും. മനുഷ്യന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കണുള്ള ഒരു കോണി കൊണ്ട് ഇത് കൊടുക്കുന്നുണ്ടേ. ഒന്ന് മാറണേ അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കിട്ടും. പഴക്കമുള്ള ഒരു ബോഡി സിറ്റി വേറെ. ഡൊമിനിക് സാറേ ബ്ലാക്ക് പുസി കടിച്ച് മരിച്ചല്ലോ. ഒന്നും കേൾക്കണില്ല. കൊറേ കടമുണ്ടാക്കി വെച്ച് പോയല്ലോ. കടമുണ്ടാക്കി വെച്ച് പുഴുത്ത് ചത്തുവല്ലോ. പുള്ളി എന്തോ മരുന്നെന്തോ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞായിരുന്നേ. പുള്ളിക്കാരനെ താഴോട്ട് നിർത്തണം. അയ്യോ പുള്ളിക്കാരനെ താഴോട്ട് നിർത്തണേ സാറേ. പുള്ളിക്കാരനെ താഴോട്ട് നിർത്തണം. അല്ലല്ല താഴോട്ട് നിർത്തി.
അതിന് അനങ്ങത്തില്ല കേട്ടോ ശവം. സാറൊന്ന് മാറണേ സാറൊന്ന് എല്ലാവരും എല്ലാവരും മാറി കൊടുത്തേ. അല്ല, ഇത് മരിച്ചതല്ല സാർ, ഇത് എസ്പമ്പ്, എസ്പമ്പ്. സാർ ചെയ്യുന്നില്ലേ? പറയടാ. അണ്ണ എന്റെ മുറപ്പെണ്ണ മുറപ്പെണ്ണ പോവണ്ണ. അവിടെ ഒരാൾ ശവമായിട്ട് കിടക്കുന്ന ദിവസം തന്നെ വേണമായിരുന്നല്ലേ? അല്ല അണ്ണനെ അതൊക്കെ അണ്ണ ഹലോ പറഞ്ഞ അണ്ണനെ ആരും ചേട്ടാ ഹായ് മുറപ്പെണ്ണെ. അല്ല എന്ത് പേരെന്തായിരുന്നു? റിയ. ഹായ് റിയ. സായി ചേട്ടാ സുഖമല്ലേ? സുഖം. ചേട്ടന് സുഖല്ലേ? എനിക്ക് സുഖമാ. എന്തുണ്ട് പിന്നെ വിശേഷങ്ങള്? നല്ല വിശേഷം. രായന്റെ മുറപ്പെണ്ണാണല്ലേ? ആണ്. രായനെ തന്നെ കല്യാണം കഴിക്കാനാണോ പ്ലാൻ? അല്ല അല്ലല്ലേ? എന്തല്ലോ ഒന്നായി. ഒരു കാര്യം പറഞ്ഞോട്ടോ. ആ പറഞ്ഞോ. ബോഡി കൊണ്ടുപോയി ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കും. റിയ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ മരിച്ചു പോയായിരുന്നു 3 വർഷം മുമ്പ്. പുള്ളിയെ പുലി അടിച്ച. പുലിയോ? ചുമ്മാ ബിയർ അടിച്ച് പൂച്ച കയറി പിടിച്ച പൂച്ച അടിച്ചോന്നോ? അല്ലല്ല പുലി അടിച്ച. ഇത് രായന്റെ മുറപ്പെണ്ണ്. അതിന്റെ മുറപ്പെണ്ണ ആ റിയ. അറിയ ഹായ്. ചേട്ടന്റെ പേരെന്താ? ജോക്കർ. അറിയയുടെ പേര് അറിയ. ജോക്കർ ജോക്കർ എന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ഞാൻ മുതുക്കി വെച്ച് വേറൊരു ജോക്കറിനെ പരിചയപ്പെട്ടായിരുന്നു. അത് മെമ്മോസിയിലെ ജോക്കർ. അത് ജോക്കർ വേറെ ജോക്കർ. ഇത് 916 ഒറിജിനൽ OG. ഒറിജിനൽ ഇത് ഒറിജിനൽ. മുഖത്തുള്ള ഒരു അത് കണ്ണാപ്പിയായിരിക്കും കേട്ടോ. കണ്ണാപ്പിയായിരിക്കും. ഒഴിവാക്കണേ, നമുക്ക് മരിച്ചില്ല ഫീൽ അങ്ങ് നഷ്ടപ്പെടും. ഡെഡ് ബോഡി ഉണ്ട്. ഡെഡ് ബോഡിയായി അടുത്ത ഡെഡ് ബോഡി. കണ്ണാപ്പി എടാ ഇടിച്ചിടാടാ ഇടിച്ചിടാടാ. ഇതിനകത്തോടെ ഒന്ന് കേറുന്നേ. നമ്മുടെ വണ്ടി സാറൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങണേ. അകത്തോട്ട് നോക്കിയേ. ഇവിടെ വണ്ടി ഒന്ന് കേറാൻ പറ്റുമോ? കയറി ഒന്ന് കയറ്റുമോ? എന്റെ മടി എനിക്ക് പോണേ. നീ എന്താ കെട്ടിപ്പിടിച്ചിരിക്കണോ? കൈവിട്ടാലോ താഴെ പോവും. ഓയ് ശവം പോയി. എന്തെങ്കിലും കൊണ്ടുപോണേ. ശവം പോയി. പിത്തൽജിയുടെ ശവം എന്തിയെ? കേറിയിട്. അതെന്തൊരു സീനാ ഇപ്പൊ കണ്ടത്. എടാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. എല്ലാരും ഈ വണ്ടിക്കകത്ത് കേറാൻ നിക്കാതെ എസ്കോർട്ടായിട്ട് വാടാ. ഇത് എല്ലാരും കൂടെ എന്തിനാ ഇതിനകത്ത് കേറണേ? ചന്ദ്ര 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 കേക്കോ? ചന്ദ്ര ചന്ദ്ര നിനക്കൊരു കൂട്ട്. കേറ്. ഇല്ല ചന്ദ്ര നിന്നെ പോലെ ഇപ്പഴ ശവം കിട്ടിയത്. ഇറങ്ങിയെന്ന് വെക്കട്ടെ നെഞ്ചത്തോട്ട് ഒന്നൊന്നടാ. ഇനിയിപ്പോ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. സ്ഥലം കറക്റ്റാണ്. ഇപ്പൊ റീത്തിരിക്കുന്ന സ്ഥലം അച്ഛനാണ് എടാ ഇത് എടാ പിത്തൽജി പുറലോട്ട് കാട്ടാക്കിയുടെ ജിമാലും ഒക്കെ ഒന്ന് എടുത്തോണ്ട് പോയി. മുള്ളി സത്യം മുള്ളി ആള് പോയി. എടാ വണ്ടി എടാ ഒന്ന് കേറടാ. വണ്ടി എടുത്ത മുള്ളി എടുക്കും. നീ നമ്മുടെ രണ്ടുപേരുടെ മുടി എന്താടാ മുള്ളി വണ്ടി എടുക്കോ? കൊറേ നേരമായി പറയുമ്പോ ഹോട്ട് വെയർ അറിയാവോ എന്തോ?
ഞാൻ ബാബു എനിക്കറിയാം. മുള്ളി ഒരു കാര്യം പറയട്ടെ, ആംബുലൻസ് എടുക്കുന്നവർക്ക് 5 ദിവസം ഏത് വഴി നേരെ നേരെ ആ ഓക്കെ ഓക്കെ എടാ ഈ പിത്തൽജി എടീ നിങ്ങൾക്ക് ആരെങ്കിലും പിത്തൽജി വണ്ടിയുടെ പുറത്തിരിക്കുന്നതായിട്ടാണോ കാണുന്നത്? ഇവിടെ എല്ലാരും ഹോൺ അടിച്ച് പൊക്കോ. മുള്ളി ആ പൊതുദർശനത്തിന്റെ പിന്നെ അകത്ത് വെച്ച് കാണാം. ഇവിടെ അത് പുറത്തിരിക്കട്ടെ. അവൻ പുറത്ത് ചാടിയതോ? എന്തൊക്കെയാ പറയണേ? ആ കുതിരെ. എടാ 4 പേരെ കാണട്ടാ പിത്തൽജിയുടെ ബോഡി. പിത്തൽജി ഓക്കെ അല്ലേ? ഭാഗ്യേ എത്ര പേരല്ലേ സത്യം. എടാ പയ്യെ പോടാ. പക്ഷെ മരിച്ചാല് ഗ്ലാമറിന് ഒരു കുറവുമില്ല അല്ലേ മുള്ളി? സത്യം. അണ്ണൂനൊക്കെ ഒരു സുന്ദരനാണ് കേട്ടോ പിത്തൽജി ഇപ്പൊ. പിത്തൽജി ലുക്കില്ലടേ. എടാ മുതുക്ക് വഴി ഒരു പ്രദക്ഷിണം വെച്ച് പോകട്ടാ. ബോഡി ആരാ? എന്നാൽ നല്ലൊരു മനുഷ്യനായിരുന്നു. പിത്തൽജി മരിച്ചപ്പോ എന്ത് വിഷമാണ് മുള്ളി ഈ നാട്ടുകാർക്കൊക്കെ. ആള് കണ്ണിൽ ഉണ്ണിയായിരുന്നില്ലേ നാട്ടുകാരുടെ? പക്ഷെ അധികം ആൾക്കാർ അറിഞ്ഞില്ല കേട്ടാ. മുള്ളി എല്ലാരും അറിയിക്കണ്ട കേട്ടോ. കാരണം ആള് ലാസ്റ്റ് ടൈം മുള്ളിക്ക് ഗ്യാങ് ഫണ്ട് തന്നപ്പോ ഒരു 150 കോടി കടം. ഒരു മിനിറ്റ്. ഒടുവിലെ യാത്രയ്ക്കായി അതെ അതെ അതെ. ഹലോ കേക്കാവോ? മുള്ളി മെഴുതിരിയേന്തും ചന്ദ്രൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഒരുമിച്ച് ശവത്തിന്റെ അടുത്ത് കസേര ഇടലെന്ന് പറ. കസേരയൊക്കെ ശവം കസ്താരിട്ടിരിക്കണ. ശവം കസേര ഇട്ടിരിക്കുകയാണ്. കസേരയിട്ട് വെളിയിട്ടിരിക്കുവാ 4 പേര് കാണാൻ. ഇത് എതുവഴിയാ പോകണ്ടേ? ശവത്തെ ഇടിക്കല്ലേ? മുള്ളി ഒരു കാര്യം പറയട്ടെ, നമുക്ക് തിരിച്ചു പോകാം. ഹോൺ അടിക്കില്ല പറയാം മുള്ളി. ഭയങ്കര അണായി. എടാ ഇത് എതുവഴിയാ പോകണ്ടേ? സ്നൈപ്പേ പാട്ടിട്ടാ മറ്റേ ഒടുവിലെ യാത്ര. പുതിയ എന്തൊക്കെ തമിഴ്നാട് ചവകൊണ്ടെന്നൊരു പാട്ടുണ്ട്. അമ്മിക്കല്ല് ആലിക്കല്ല് ആ സാധനം നമ്മളെ പാടാം തൽക്കാലം. അത് കഴിഞ്ഞ് ഇപ്പൊ വേറെ ഈ പഠിക്കണം മുള്ളി. ഹോണടിക്കല്ലേ. F6 ഡോറൊക്കെ തുറന്നിട്ടുണ്ടോ? ബാക്കിലത്തെ ഡോർ തുറന്നത്. ആംബുലൻസിന്റെ ബാക്കിലത്തെ ഡോർ തുറന്നത്. ശവത്തിനെടുത്ത് ഓപ്പൺ ജീപ്പ് വെക്കട്ടെ മുള്ളി. നമുക്ക് ആംബുലൻസ് പുറകെ പോയല്ലോ. ശവം വെക്കേണ്ടത് ചന്ദ്രൻ. ഇടിക്കണ്ട. ഇപ്പൊ ഞാനല്ലോ ശവം. പണ്ടതിയല്ലേ. എടാ ഇത് എതുവഴിയാ പോകണ്ട? ആരും ഫ്രണ്ടിൽ പോയേ. എതുവഴിയാ പോകണ്ടത് വെച്ചാ? മുള്ളി കത്തിപ്പോയിരുന്നോ? ഞാൻ കത്തിപ്പോയേ. കത്തിയോ? ഞാൻ ഇല്ല, വണ്ടിയിലില്ല. വണ്ടി അനങ്ങുവാണോ ഓടുവാണോ? ഓടുവാ. ആ ഓക്കെ. ഞാൻ ഇപ്പൊ ചന്ദ്രന്റെ ശവത്തിന് കാവലിരിപ്പുണ്ട് ഇവിടെ വെളിയിൽ. ഒന്ന് സ്ലോ ചെയ്യോ വണ്ടി സ്ലോ ചെയ്ത് റിവേഴ്സ് എടുക്കാവോ? കൂടെ പിടിക്കാൻ പറ്റും നോക്കാൻ. ഓക്കെ വണ്ടി അപ്പൊ ഓക്കെ കേട്ടോ. ഈ ബോഡി ഒന്ന് എടുത്തേക്കണേ. ഞാൻ കൂടെ പിടിച്ചോളാം. അത് ഞാൻ എത്തിച്ചേക്കാം കുഴപ്പമില്ല. പൊന്നുപോലെ നോക്കുമല്ലോ, കൊറേ നോക്കിയല്ലേ. നല്ല മനുഷ്യനായിരുന്നു. ആംബുലൻസ് ഉണ്ടല്ലോ കാണുന്നില്ലേ? പക്ഷെ ഞാൻ ഡോറിളകി പെർഫെക്റ്റ് ആയിപ്പോ. പക്ഷെ ആള് മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തോ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേനെ. അല്ല ആള് മരിച്ചില്ലാതെ തല്ലിക്കൊന്നേനെ. മറ്റേ 100 കോടി മറ്റേ ഗ്യാങ് ഫണ്ടിന്റെ കേസ്. എന്റെ തോളത്തോട്ട് ഇറക്കണം. ഹലോ
സാർ എന്റെ പേര് ബേബി ജോൺ എന്നാണ് സാറ് പരിചയപ്പെട്ടത്. അയ്യോ ഞാൻ ഒരു മരണത്തിൽ നിൽക്കുവാണ്, ഞാൻ ഒരു മരണ ഫംഗ്ഷനിൽ നിൽക്കുവാണ്. ദേവി ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വാ വാ കേറ് കേറ് വാ. മള്ളി, ഹലോ, കേക്കാവോ? ആ കേക്കാം. പക്ഷെ ഞാൻ 15 മിനിറ്റ് മുന്നേ കത്തിപ്പോയതാ, ഇപ്പോഴും എനിക്ക് കേക്കാം. ആണോ? BL കൂടെ വന്ന് എത്ര ഉണ്ട്? കേക്കാം പറ പറ പറ. ആ പൂജാരി ഗ്യാഗോസ് വെയിറ്റ് ചെയ്യാൻ പറ, താ വരുന്നത്. മരണ ഫംഗ്ഷനോ? അയ്യോ പിന്നെ കേക്കണേ. ഇതാര് ശവത്തെ ആരാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ശവത്തിന് വേണ്ട ഒരു കൂട്ട്, അതുകൊണ്ടാ. ഇതിലിപ്പോ ഏതാ ശവം ചെയ്യണേ കണ്ണപ്പി? ചവാത്തിരിക്കണം നീ തന്നെ. ചന്ദ്രൻ ഇല്ലില്ല, അവർക്ക് ശവത്തെ കെട്ടിപ്പിടിച്ചിരിക്കണ്. സൈഡിൽ 2 ശവം ഇരിക്കും. 2 ശവം വീട്, 2 ശവം വീട് താഴെ. നിങ്ങൾ ആ വണ്ടിയിൽ വേണം, ഇത് തൂങ്ങി വരാൻ പറ്റില്ലടാ. ഇവിടെ ഓൾറെഡി എന്നെ പോലെ ബാബുശേട്ടിനെ പോലെ 2 ശവം ഇരിപ്പുണ്ട്. എടാ കുറച്ച് സ്പീഡിൽ പോടാ, ഇത് നമ്മൾ എത്തൂല. 6 ഞെക്കി പിടിച്ചേ. എന്തിന്? അപ്പൊ സൈറൻ കേക്കും. 2 ഞെക്കി പിടിച്ചാൽ ലൈറ്റ് എത്തും. ഇതിപ്പോ സൈറൺ ഉണ്ടല്ലോ ഓൾറെഡി. അത് ഒന്നുകൂടി ഇട്. വേറെ സൈറൻ ഉണ്ട്. 6 കേൾക്കുമ്പം വേറെ ശബ്ദമാ. 6 ചോണ നമ്മളിപ്പോ ഏകദേശം എവിടെ എത്തി കണ്ണാപ്പി? ഒതുക്കത്താറേ. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് മള്ളി. എപ്പോ എവിടെ ഇറക്കി അവിടെ? ആണോ? പിന്നെ എത്ര ഉണ്ട് BL ബാബു? എനിക്ക് അപ്പൊ തൊട്ട് ഇപ്പൊ വരെയും 11. സിലിണ്ടർ സൈസ് ഓൺ അണ്ടിൽ അതുപോലെ PVP ആൻഡ് ഹോസ്റ്റൽ സിറ്റുവേഷൻ ഈസ് സ്ട്രിക്ട്ലി ഇല്ല. ശവം കൊണ്ടൊന്ന് ഇത് ബാധിക്കത്തില്ല. എടാ വാസു, ശവത്തിന് സേഫ് സോൺ. എന്ത് സേഫ് സോൺ? പറഞ്ഞു നോക്കി. എത്ര ഉണ്ട് BL? 15. സൈബേ പാട്ടില്ല കേട്ടാ. ശവത്തിന് സ്നൈപ്പേ ഇല്ല ഇതിനകത്ത്. സൈപ്പ് ഉണ്ടല്ലോ. കണ്ണ ഞാൻ എവിടെ നിൽക്കുന്ന നോക്കിയടാ. ഞാൻ മറ്റേ തെറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇതില്ലേ ശവത്തിന്റെ മടിയിരിക്കുക. എവിടെ ഇരിക്കുന്നത്? എവിടെ ലൊക്കേഷൻ എവിടെ നോക്കടാ? അത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ശവത്തിന്റെ എങ്ങനെ പറയാനാ ബാബുശേട്ട്? നിനക്കല്ലറിയാം പിത്തച്ചിയിലെ ലൊക്കേഷൻ. നീ പറ. ബാബുശേട്ടന് ശവം ക്യാരി ചെയ്തോണ്ട് ബാബുശേട്ടന്റെ ലൊക്കേഷനൊക്കെ അറിയുന്നു. ഇത് ആരാടാ ഈ ഓറഞ്ച് കൊണ്ട് ഇടിക്കണേ? പയ്യപ്പോടാ. എക്സ്ക്യൂസ് മീ മാം, ശവമാണ്. സ്വർണ്ണം കിടത്തല്ലോ നമ്മള്. എടാ ഗ്യാഗോസ് പാട്ടിന് ശബ്ദിച്ചിരി കൊടുക്കണേ. DJ വണ്ടി അല്ല നമ്മൾ ഓടിക്കുന്നത്, ശവവണ്ടി. കണ്ണ ഞാൻ ഈ ശവം നിന്റെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി കയറാം. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്. ഇത് കൊമ്പൻ ബസ്സല്ല. കൊമ്പനല്ല. കുറയ്ക്കാൻ പറ്റുന്നില്ലേ? പാട്ട് കേട്ടോ, ഞാൻ പാടാം. അങ്ങോട്ട് പോവുകയാണ്. മറ്റേ ഇല്ല പാട്ടൊക്കെ ആംബുലൻസ് നിർത്തേണ്ടതാണ്. മള്ളി പിടിക്കപ്പെട്ടു. ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് വെളിയിറങ്ങ്. ആംബുലൻസിന്റെ വെളിയിറങ്ങ്. ശവം കടത്തൽ കേസായി. മള്ളി തലി വെച്ച് ഇറങ്ങിയാ മതി. പിറ്റൽജിയാണെന്ന് പറയണ്ട. കണ്ണ എടാ ബാക്കപ്പ് XMD കോൺടാക്ട് അവരുടെ വെഹിക്കിൾ ഇട്ടിട്ടുണ്ടെന്ന് പറ. ഇതൊക്കെ എന്ത് അണ്ടിയാണ് ഇതൊക്കെ? എടാ പിന്നില് നോക്കിക്കണ്ടോ പിന്നില്. എന്റെ പൊന്ന് സാറേ, നമ്മളിത് അവരുടെ പെർമിഷനോട് കൂടി എടുത്തൊരു ആംബുലൻസാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഡെഡ് ബോഡി ഗ്യാങ്സിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ് അല്ല, ഇവിടെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വന്നതിന് അതിന് കാണാൻ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് സാർ. മരിച്ചുപോയ ഒരാളല്ലേ, ഉള്ളിലെ കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്.
സാറേ ഇപ്പൊ നിങ്ങളെ വണ്ടി എടുത്തു. ശവപ്പെട്ടി വന്നു. എന്ത് ഇത് നമ്മള് സാറ് നമ്മളെ പെർമിഷനോട് കൂടി എടുത്ത വണ്ടിയാണിത്. സംഭവം എന്താ വെച്ചാല് ഒരു XMD തന്നെയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. അവരുടെ വെഹിക്കിൾ മിസ്സിംഗ് ആണ്. ഇതുപോലെ എന്തോ വണ്ടി 4-5 വട്ടം നിങ്ങൾക്ക് കയറി ഇടിച്ചിട്ട് എന്തോ എടുത്തോണ്ട് പോയതാണ് അവര് നമുക്ക് തന്നെ. അവര് പോയി. ഇതൊക്കെ എന്ത് അണ്ടിയാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവുള്ളടാ. അവരടുത്ത് നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ട് നമ്മൾ ഇവിടെ ആരും ഉപദ്രവം ചെയ്യാതെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുവല്ലേടാ. ഇതൊക്കെ ഇത് എന്ത് കോപ്പി, ഇത് എന്ത് XMD-ക്കാർക്ക് ഇത്ര അറിയില്ല. അവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടല്ലേ വണ്ടി എടുത്തത്. അവരുടെ ഒരാൾ കത്തിപ്പോയാ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും കോപ്രായം കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവര് പറഞ്ഞ XMD-യിൽ ഒരാളെ കൊണ്ട് കൊളം മറന്നു. അത് വേണ്ട നമുക്ക്. അവന്റെ വണ്ടി വേണ്ട, കൊണ്ടുപോകാൻ രണ്ട് സ്റ്റെപ്പിലോട്ടാ. ശവം അപ്പുറത്തെ വണ്ടി കയറ്റി കണ്ണാ. ശവം അപ്പുറത്തെ വണ്ടിയാണോ? വേണ്ട സാറേ ശവത്തിന് ഈ വണ്ടി കയറ്റി. ഇതാകുമ്പോ റീത്ത് ഫിക്സർ ഉണ്ടല്ലേ ബാക്കിൽ തന്നെ. ഈ വണ്ടി തെറ്റി ഇതിന്റെ പാട്ടാണ് വേണ്ടത്. പോട്ടെ ആ വണ്ടിയിൽ എന്താ ഒരു പഞ്ചാരി വേണമൊക്കെ. അതെന്താ ഊത്തൊക്കെ ഊതുന്നേ. രായണ്ണ ഊത്ത് ഊത്തല്ലേ ഇത്. ഓടി പോയി. പോട്ടെ ഇത്ര പേർക്ക് സിറ്റി പോലെ ജീവൻ ഉള്ളപ്പോ പോലും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ പുള്ളി കറച്ച് തമിഴ്നാട് ശവമാണ്. മാച്ച് ഇത്ര മാച്ചായിട്ടൊരു ശവത്തെ വേറെ കിട്ടിയിട്ടില്ല. വരും ശവം ഏൽപ്പിച്ചിട്ട് പയ്യെ നമുക്ക് ശവം എത്തിക്കാം. അങ്ങോട്ട് വാ. ശവം പോയി. അയ്യോ ശവം പോയി. ശവം ഒന്നും പോയില്ലടാ. അവിടെ ഉണ്ടോ കസേര ശവമല്ലേ ഏട്ടാ. പൂ കണ്ടപ്പോ ബാക്കിലോട്ട് ആകർഷിച്ച്. സ്പീഡിൽ പോകുന്നപ്പോ ബാബു വന്നില്ല. അവരോട് വന്നിട്ട് ഒരുമിച്ച് പോകാൻ കഴിച്ചില്ല. എൻജോയ് ചെയ്ത് നിങ്ങൾ കാണാനുള്ളത് എൻജോയ് ചെയ്ത്. ഇതിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗ്യാപ്പ് കൊടുക്കണോ? ശവത്തിന് പിയല്ലും ഇല്ല പിന്നും ഇല്ലൊരു പ്രശ്നമില്ല. മനുഷ്യർക്കല്ലുള്ള മരിച്ചവന് പിയലെന്നാ. ശവം വെച്ചൊന്ന് ഡാൻസ് 5 മിനിറ്റ് എല്ലാവർക്കും ഒന്ന് കാണാം ശവത്തിന്. ഇല്ലല്ല മുതുക്കിലോട്ട് പോട്ടെ. നമുക്ക് ഗ്യാങ്കോസ് വിളിക്കാം. എല്ലാരും ഗ്യാങ്കോസിനോട് വിളിക്കാം. അങ്ങോട്ട് വാ. ആ ഊത്തൂതിയ ആളെ ലാസ്റ്റ് വിളിക്കാം. ഫംഗ്ഷൻ എടാ ആ ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്തുവണ്ടി എടുത്തോട്ട് വാ. ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്ത് ഫ്രണ്ടിൽ പോ. പറടാ. ബോധവഴിയാക്കട്ടെ. കാരണവരെ കാണിച്ചിട്ടാണ് ബോഡി കൊണ്ടുവന്നത്. അങ്ങോട്ട് വിളിക്കാം. കാണിച്ചിട്ട് അവര് അറിയണ്ട. ഇപ്പം
വിളിച്ചറിയിക്കുന്നതല്ലായിരിക്കും കേട്ടാ. ഇതൊക്കെ ആരോ PL-ആയി തുടങ്ങി കേട്ടോ വീണ്ടും. ബാബു വന്നാ ആ വാ ശവത്തിനല്ലേ കൊണ്ടുപോകുന്നേ. ഊത്ത് പാർട്ടിയാണ് പോയത്. ഊത്ത് പാർട്ടിയാണ്. ശവത്തിന്റെ ഡോറ് പോയേ. ചത്തവൻ എന്തിനാണോ ഡോറ്? കാരണം വാതിക്കേ പോട്ടെ കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, സെർവർ കത്തി പോയിട്ട് ഒരു ശവം കത്തിയില്ല. അത് അവർക്ക് ഫീലിപ്പിക്കുന്നില്ല. നമ്മളെ പറഞ്ഞല്ലോ PC ചെയ്തത്. ഇല്ല ശവത്തിനൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ശവം വീണാലും ശവത്തിനൊന്നും പറ്റൂല. സൈഡ് യൂത്ത്, ഇപ്പുറത്ത് മേളം. അതെന്താണ് അത്? ഫ്ലോട്ട് പോന്ന ഫ്ലോട്ട് ഉത്സവം. അത് ഇതൊക്കെ കാണുന്നത് പിത്തൽ ചെയ്ത് ബ്രോ. കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടിയാണ് ഇങ്ങനെ ഒരു RP ചെയ്യുന്നത്. അല്ലാതെ ഒരു ക്യാരക്ടർ അബ്യൂസ് ചെയ്യില്ല ഇവിടെ, മനസ്സിലായ? കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു RP ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കളിയാക്കാനും ഇതാക്കാനും ഒന്നും അല്ല ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കണ്ട ഇനി ആരും. കണ്ണൻ ചേട്ടനോട് ഓൾറെഡി പറഞ്ഞ് ഇതാക്കിയിട്ടാ ചെയ്യുന്നത് ഈ സിറ്റുവേഷൻ. പിത്തളുണ്ടോ? വേണ്ടി എല്ലാരും ജില്ല അവളെ എനിക്കൊന്ന് മരിച്ചത് പുള്ളിയുടെ ആർച്ചല്ലേ? അവൻ പണ്ടായിട്ട് പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞത് അല്ലാതെ പറഞ്ഞ ഞാൻ. ആ ബോഡി കൂടി ഇതിലോട്ട് കയറ്റിക്കോ. അവന്റെ ബാഗിലൂടെ കയറ്റില്ല. മരിച്ചില്ലല്ലേ? അല്ല റീത്തിന്റെ തൊണ്ട് റീത്ത് പിക്സാ പെട്ടി പിക്സാ കയറ്റിയാൽ മതി. ആളെ ബോധമായി മരിക്കുന്നവരെ ഇത് അയർച്ചി കയറ്റുക. എടാ ദൈവത്തിനോടൊന്ന് ചോദിക്കാം, അവിടെ ഒരു ശവപ്പെട്ടി എടുത്ത് തരാമെന്ന് ഗ്യാഗോസില്. ഗ്യാഗോസി ഞാൻ ചോദിച്ചോ. അല്ല ഗ്യാങ്ങോസിന് പിന്നെ പ്രദർശനം ഉണ്ടോ? പിന്നില്ലാതെ വാ ഫ്രണ്ടിലൊക്കെ. ഗൈസ് എല്ലാരും വിളിക്കുക ചില്ലാവ്. RP ആയിട്ട് മാത്രം കാണുക. പറഞ്ഞോ? ഓ വരാന്ന് പറഞ്ഞോ ദൈവം. ഇപ്പൊ റിപ്പോർട്ട് ഇട്ടേ ഇപ്പം വരും. ഇപ്പൊ എന്തായാലും വരും ഇങ്ങോട്ട്. ദൈവത്തിന് ശവം കാണുമ്പോ വരൂല്ലണ്ട. അവർക്കല്ലേ അവരെ ഇവരെ ഇനി കാണാൻ പറ്റൂ, നമുക്ക് കാണാൻ പറ്റൂലല്ലോ. ഓ എന്തോ എന്റെ പൊന്നെ. വീഡിയോ വണ്ടി കെട്ടില്ല വീഡിയോ. അകത്താണ് എന്റെ അകത്താണ്. കത്തി അകത്തോട്ട് കൊണ്ട് അകത്തോട്ട്. ബാബു കേക്കാവോ? എടാ ഇത് ഫ്ലോട്ടായിട്ട് ശിവനെ കൊണ്ടുവന്നല്ല ഞാൻ. ഹലോ എല്ലാരും കത്തി. സിറ്റി കത്തി. സിറ്റി കത്തിയടാ. സിറ്റി കത്തി. ഇതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല.